PSC ക്രമക്കേടിൽ കേസ് എടുക്കുന്നതിൽ തീരുമാനമായില്ല. നിർണായക രേഖകളും തെളിവും ലഭിക്കാൻ ഇത് തടസ്സമാകും. കേസെടുക്കാതെ വിവരങ്ങൾ ലഭിക്കില്ലെന്ന് വിലയിരുത്തൽ. നിലവിൽ PSC കൈമാറിയിരിക്കുന്നത് അപ്രധാന രേഖകൾ മാത്രമാണ്. PSC നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. പെറ്റീഷൻ എൻക്വയറിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സാധാരണഗതിയിൽ പെറ്റീഷൻ എൻക്വയറിയിൽ 15 ദിവസമാണ് കാലപരിധി. ഇതിപ്പോൾ 5 ദിവസം പിന്നിട്ടു. പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള മൊഴിയൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. PSCയിൽ നിന്ന് ചില രേഖകളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ PSC ഇതുവരെ കൈമാറിയിട്ടില്ല. ആ വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ അത് ലഭിക്കാൻ PSCയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ തെളിവുകളും രേഖകളും ഒക്കെ PSCയിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സർക്കാരിൽ നിന്നും പച്ചക്കൊടി കാണിച്ചിട്ടില്ല. കേസ് എടുക്കുന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിനും ഇതുവരെ ഒരു വ്യക്തതയില്ല. പെറ്റീഷൻ എൻക്വയറി തുടരട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് അന്വേഷണ സംഘം. നിലവിൽ PSC കൈമാറിയിരിക്കുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകളും ഒപ്പം തന്നെ ഉത്തരക്കടലാസും റാങ്ക് ലിസ്റ്റും അടക്കമുള്ള രേഖകളാണ്. ഈ രേഖകൾക്ക് അപ്പുറം ആരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്, ഈ ചോദ്യപേപ്പറിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് വേണ്ടത്. ഇത് PSC നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ഈ രേഖകളൊക്കെ ലഭിക്കാൻ കേസെടുത്തുള്ള അന്വേഷണം ആരംഭിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാനത്ത് PSCക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുള്ള പോലീസ് അന്വേഷണം നടക്കുന്നത്. അങ്ങനെ നടന്നാൽ അതൊരു കീഴ്വഴക്കമാകുമോ എന്നുള്ള ആശങ്കയും സർക്കാരിനുണ്ട്. ഏതായാലും രേഖകൾ ലഭിച്ചില്ലെങ്കിൽ കേസെടുക്കുന്ന കാര്യം ആലോചിക്കേണ്ടി വരും എന്നുള്ളൊരു നിലപാടിലാണ് അന്വേഷണ സംഘം.